ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചൈനയിൽ നിന്ന് സ്മാർട്ട് വാച്ച് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഇന്ത്യയിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ഞങ്ങൾ എക്സ്പോർട്ട് കൺസൾട്ടൻസി ആണ്. ഞങ്ങൾ ഈസി എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു എക്സ്പോർട്ട് കൺസൾട്ടൻസി ഒരു 3 വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മെയിൻലി കൺസൾട്ടേഷൻ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ബിസിനസ്. അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ വിദേശ രാജ്യത്ത് നിന്ന് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്മാർട്ട് വാച്ച്. എന്തുകൊണ്ടാണ് സ്മാർട്ട് വാച്ച് എന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, സ്മാർട്ട് വാച്ചിന്റെ ഒരു ഡിമാൻഡ് വളരെ അധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും നമ്മൾ കമ്പയർ ചെയ്താൽ അറിയാം. ഇപ്പൊ ഒരു സ്മാർട്ട് യുഗമാണ്. കൂടുതൽ ആളുകൾ സ്മാർട്ട് വാച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് വാച്ചിന്റെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഒരു വലിയൊരു മാർക്കറ്റാണ് സ്മാർട്ട് വാച്ചിന് വേണ്ടി ഇപ്പൊ ഇന്ത്യയിലുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ബ്രാൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ബോട്ട് എന്ന് പറഞ്ഞ കമ്പനി. 2 IT കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന 2 യുവാക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു കമ്പനിയാണ് ബോട്ട്. പിന്നെ ആ കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണ്, ആ കമ്പനിയുടെ വാല്യൂ എത്രത്തോളം വലുതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇംപെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. ഇതെല്ലാം ചൈനയിൽ നിന്ന് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ബ്രാൻഡുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്, സാധാരണക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് അത്രത്തോളം എക്സ്പെൻസീവ് ഒന്നുമല്ല. ചൈനയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു സ്മാർട്ട് വാച്ച് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചൈനയിലെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് $5. ഇപ്പൊ ഞങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കമ്പനി $5 തൊട്ട് $200 വരെ കോസ്റ്റ് വരുന്ന സ്മാർട്ട് വാച്ചുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. മിനിമം ഒരു 500 സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ബ്രാൻഡിന്റെ നെയിം ഈ വാച്ചിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രാൻഡിന്റെ ലോഗോ ഇതിന്റെ ആപ്ലിക്കേഷന്റെ അകത്തേക്ക് നമുക്ക് ലോഗോസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണോ വേണ്ടത്, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനു വേണ്ടി ചൈനയിൽ ഒരു കമ്പനി ഉണ്ട്, സ്മാർട്ട് വാച്ച് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ കമ്പനി സ്മാർട്ട് വാച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ടാറ്റ കമ്പനി ആയിട്ടുള്ള ടൈറ്റാൻ, കാസിയോ, നോക്കിയോ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വാച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ്. ഈ $5 വാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തീരെ മോശം വാച്ച് ഒന്നുമല്ല. ഇതിന് 1 year വാറന്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ഉള്ള വാച്ചുകളാണ് ബെസ്റ്റ് റേറ്റിൽ നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ഓൺ ബ്രാൻഡിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നെ മോഡൽസിനെ വെക്കാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇവരൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഗിവ് അവേസ് കൊടുക്കുക, ഓഫേഴ്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ചെറിയ എക്സ്പെൻസസിനെ നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു മാക്സിമം ആളുകളിലേക്ക് റീച്ച് എത്തുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. പതിയെ നമ്മുടെ വാല്യൂ ക്രിയേഷൻസ് കൂടി കഴിയുമ്പോൾ നമ്മുടെ വാച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. മറ്റു രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ ദുബായ് പോലെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ഈസി ആയിട്ട് നമ്മുടെ വാച്ച് എത്തിച്ച് ഓൺലൈനിലൂടെ സെല് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ആമസോണിന്റെ ഒക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ഈ സ്മാർട്ട് വാച്ച് നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കുക, അതിലേക്ക് എത്തുക എന്നുള്ളതൊന്നും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ച് നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ ചെയ്യണം, ഇന്ത്യയിൽ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആവണം, ഇനി നിങ്ങളുടെ സ്മാർട്ട് വാച്ച് ഓൾ ഓവർ ദ വേൾഡ് നിങ്ങൾക്ക് സെല് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ സ്മാർട്ട് വാച്ച് എങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, അപ്പൊ അതിന്റെ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടത്, ആ ഉള്ള എല്ലാ ഏരിയസിലും ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലേക്ക് സ്മാർട്ട് വാച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, സ്മാർട്ട് വാച്ചിന്റെ സാമ്പിൾ പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണുന്ന കാര്യത്തിൽ ഇതിലൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ചൈനീസ് കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് നമുക്കൊരു വെബിനാർ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയില്ല എത്രത്തോളം ആളുകൾക്ക് ഈ സ്മാർട്ട് വാച്ച് ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന്. അപ്പൊ ഈ സ്മാർട്ട് വാച്ച് ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 100 പേരിൽ കൂടുതൽ ആളുകൾക്ക് സ്മാർട്ട് വാച്ച് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചൈനീസ് കമ്പനീനെ ഇന്ത്യയിലേക്ക് വിളിച്ചിട്ട് നമ്മൾ കേരളത്തിൽ വെച്ച് ഒരു 1 day വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യും. ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ ചൈനീസ് വാച്ചുകളൊക്കെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് ഡിസൈൻ ആൻഡ് ബെസ്റ്റ് പ്രൈസ്. ഇത് ചൈന അല്ലാതെ വേറൊരു രാജ്യത്തിന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരാൻ പറ്റത്തില്ല. ഇന്ത്യക്കൊന്നും ഒരു മാനുഫാക്ചറിങ് ലെവലിലേക്ക് നമുക്ക് ഇത്ര ക്വാളിറ്റിയോ അല്ലെങ്കിൽ വേൾഡിലെ ട്രെൻഡിനനുസരിച്ചുള്ള ഡിസൈൻസ് ഒക്കെ
ഫൈൻഡ് ചെയ്ത് ഒരു മാർക്കറ്റിലെ ഒരു വിന്നിങ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് ഈസി അല്ല. സോ ഈ ഒരു സമയത്ത് നമ്മൾ ചൈനീസ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇതുപോലെ ഏറ്റവും മാർക്കറ്റിൽ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.